ഡയറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഒഴിവാക്കി പട്ടിണി കിടന്ന് നമ്മുടെ ഹാപ്പി ഹോർമോണിനെയൊക്കെ കൊന്നിട്ട് അങ്ങനെ ജീവിക്കാന്ന്. ആ ഒരു സംഭവം ഒരിക്കലും നടക്കില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുമ്പോഴാണ് നമ്മൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാത്തതും ഇടയിൽ വെച്ച് നിർത്തുന്നതും. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? നമ്മൾ നോർമലി വെക്കുന്ന ട്രഡീഷണൽ ബിരിയാണി, ഒരു ബിരിയാണി നന്നായിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 600-700 കലോറി കയറും. നമുക്ക് ഏകദേശം ഒരു 1200 തൊട്ട് 2000 കലോറി ഒക്കെ നിർത്തിയാൽ മാത്രമേ ഡയറ്റ് നടക്കത്തുള്ളൂ. അപ്പൊ ബിരിയാണി തിന്നുകയും വേണം, എന്നാൽ ബിരിയാണിയുടെ കംപ്ലീറ്റ് ആ കലോറി കയറുകയും ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം ഇറച്ചി ചോറിന്ന് പരീക്ഷിക്കുന്നത്. സലാഡ് ചോറിനേക്കാൾ, ഇറച്ചി ചോറിനേക്കാൾ കൂടുതൽ എടുത്തു. സലാഡിൽ ഉണ്ടായിരുന്ന തൈരെല്ലാം കൂടെ ഊറ്റി ഒരു ബൗളിലെടുത്തു. ചോറെടുത്താ കണ്ടോട്ടോ, ചിക്കനാണ് കൂടുതൽ. കണ്ടോ, 4-5 പീസ് ചിക്കൻ ഉണ്ട്. ചോറ് ആകെ വന്നിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ. ഇത് മതി. ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഓക്കെ ആവും. ഇനി വലുപ്പം കൂടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കിട്ടലെന്നായിട്ടുണ്ട്. നല്ല എരിവ്, നല്ല രുചി, എല്ലാ മസാലകളും പാകം. ഉറപ്പായിട്ട് നിങ്ങൾ പരീക്ഷിക്കുക, യാതൊരു സംശയവും വേണ്ട. പക്ഷെ മുളക് അല്പം കുറയ്ക്കുക, ചുമന്ന മുളക് പൊടി. ചിക്കനിലെ എരിവും മസാലകളൊക്കെ കറക്റ്റ് ആണ്. ഗ്രേവി മൊത്തമായിട്ട് ചോറിൽ കുഴച്ചതിന്റെയാണ് ഒരു എരിവ്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനലിൽ സെയിം വീഡിയോ ബിരിയാണി റൈസ് വെച്ചിട്ട് നമ്മൾ ഒരു 2-3 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിലും ഇഷ്ടമായത് മട്ടേരി കൊണ്ടുള്ള ഇറച്ചിച്ചോറ് തന്നെയാണ്. ചിക്കൻ മഞ്ഞൾ, മുളക്, മല്ലി, മസാലപ്പൊടി, ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളം വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് വറ്റൽമുളകും മുഴുവൻ മസാലകളും ചേർത്ത് പൊട്ടിക്കാം. കൂടെ പെരിഞ്ചീരകവും. ശേഷം സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് വഴറ്റാം. കറിവേപ്പില ഇട്ടോണം, മറക്കണ്ട. അത്യാവശ്യം വഴന്ന ശേഷം തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഒത്തിരി മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം പൊടികൾ ഒരുമിച്ച് തട്ടിക്കോ. ഒരു കുഴപ്പവും വരില്ല. അടിയിൽ പിടിക്കാതെ നോക്കണമെന്ന് മാത്രം കേട്ടോ. ഇനി ചിക്കൻ ചേർക്കാം. അല്പം വെള്ളവും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കി മറിച്ച് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഇനി കട്ടി തേങ്ങാപ്പാൽ ചേർക്കാം. വീണ്ടും ഒന്ന് സെറ്റ് ആവാൻ അടച്ചു വെക്കണം. ഇതാ റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മൾ വേവിച്ച് ഊറ്റിയ ചോറ് ചേർത്ത് ചിക്കൻ ഉടയാതെ ഇറക്കാം. അവസാനം തീ ഓഫ് ചെയ്ത് മല്ലിയിലയും ചേർക്കുക. 1 ടീസ്പൂൺ മാത്രം പേരിനൊരു നെയ്യും കൂടെ ചേർത്താൽ ഇറച്ചിച്ചോറ് റെഡിയാണ്. ഇതേ നോക്ക്, നമ്മുടെ ബിരിയാണി ചേട്ടന്മാരെങ്ങാനും ഈ വഴി പോയാലുണ്ടല്ലോ, മോഹിപ്പിക്കുന്ന ഒരു ലുക്കില്ലേ ഇവൾക്ക്. ലുക്ക് മാത്രമല്ല കേട്ടോ, കിഡിലൻ രുചി കൂടിയാണ്. ഇനി ഡയറ്റിനെ പേടിക്കാതെ നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോവാം. ഡയറ്റ് ആണെങ്കിൽ പോലും ഒരേ രീതിയിലുള്ള ഭക്ഷണം എന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷെ നമ്മുടെ അളവ് മാറാൻ പാടില്ല. നമ്മുടെ കണ്ടൻസ്, നമ്മൾ ചേർക്കുന്ന ചേരുവകൾ വലിയ അളവിൽ മാറാൻ പാടില്ല. അപ്പോൾ രുചിയിൽ വ്യത്യാസപ്പെടുത്താം, റെസിപ്പിയിൽ വ്യത്യാസപ്പെടുത്താം, അതിൻ്റെ കുക്കിംഗ് പാറ്റേണിൽ വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് ഇനി കുറച്ച് എപ്പിസോഡ്സ് നമ്മളിങ്ങനെ പോകും. അന്നമ്മ വണ്ണം എങ്ങനെ എന്നെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അനവ.